ഹായ് എല്ലാവർക്കും നുമിസ്മാറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന 20 രൂപ നമ്മുടെ സർക്കുലേഷനിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു റയർ കാറ്റഗറി വരുന്ന നോട്ടാണ്. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള റയർ ആയിട്ടുള്ള നോട്ടാണ് എനിക്ക് സർക്കുലേഷനിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ആ ഒരു 20 രൂപ നോട്ടൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ സർക്കുലേഷനിൽ ഇപ്പോഴും നിലവിലുള്ള 20 രൂപ നോട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്ന 20 രൂപ നോട്ട്. നമ്മുടെ റിപ്പബ്ലിക് ഇന്ത്യയിൽ ഇപ്പോഴും സർക്കുലേഷനിലുള്ള സ്റ്റാൻഡേർഡ് സർക്കുലേഷൻ ബാങ്ക് നോട്ടാണ്. ഏകദേശം 2012, 2018 കാലഘട്ടങ്ങളിൽ ഇന്ത്യ ഗവൺമെൻറ് അച്ചടിച്ച് പുറത്തിറക്കിയ നോട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ പരിചയപ്പെടുന്ന നോട്ട് 2016 ആ ഒരു വർഷത്തിലെ നോട്ടാണ്. നമുക്കിവിടെ നോക്കി മനസ്സിലാവും 2016 എന്നുള്ള ഒരു വർഷം കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ വരുന്ന 20 രൂപയാണ്. ഈ ഒരു നോട്ട് നിർമ്മിച്ചിരിക്കുന്ന പേപ്പർ മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നോട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു നോട്ടിൻ്റെ സൈസ് വരുന്നത് 147 × 63 mm ആണ്. ഈ ഒരു നോട്ടിൻ്റെ ഷേപ്പ് വരുന്ന റെക്ടാങ്കുലർ ഷേപ്പാണ്. ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു 20 രൂപ നോട്ടിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ്. നോട്ടിൻ്റെ മുൻവശം നമുക്ക് നോട്ടിൻ്റെ വാല്യൂ 20 എന്നുള്ള ആക്കും. അതുപോലെ തന്നെ ഹിന്ദി ലെറ്റേഴ്സിൽ ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും മുൻപത്തായിട്ട് ഭാരതീയ റിസർവ് ബാങ്ക് എന്നുള്ള ഹിന്ദി ലെറ്ററും താഴെയായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള ലെറ്റേഴ്സ് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയായിട്ട് ഗ്യാരണ്ടി ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും ഹിന്ദി ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ രാഷ്ട്രപിതാ മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ആ ഹെഡിൻ്റെ ഫേസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് നമ്മുടെ രാഷ്ട്രപിതാ മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ പേര് മഹാത്മാഗാന്ധി എന്ന് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ലെറ്റേഴ്സിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന വാട്ടർമാർക്കാണ്. അപ്പോൾ വാട്ടർമാർക്ക് വരുന്നത് നമ്മുടെ രാഷ്ട്രപിതാ മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹെഡിൻ്റെ ഒരു പിക്ചറാണ് വാട്ടർമാർക്കായിട്ട് വരുന്നത്. ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് കോർണറായിട്ട് റുപ്പീസ് സിമ്പലും 20 അതായത് 20 രൂപ ആ ഒരു അക്കവും ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് അശോക സ്തംഭം കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും താഴെയായിട്ട് നമുക്ക് സീരിയൽ നമ്പറും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ സീരിയൽ നമ്പർ വരുന്നത് ഇതാണ് 16A213149 എന്നുള്ള സീരിയൽ നമ്പറാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സീരിയൽ നമ്പർ റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയിട്ട് റുപ്പീസ് സിമ്പലും 20 എന്നുള്ള അക്കവും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും താഴെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ പുറകുവശം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ പുറകുവശം ഈ ഒരു ഭാഗമാണ്. നോട്ടിൻ്റെ പുറകുവശം നമുക്ക് സെൻറ്ററായിട്ട് നമുക്കൊരു പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. കടലിൻ്റെയും ആ ഒരു തെങ്ങിൻ്റെ ആ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും മുൻപത്തായിട്ട് ഭാരതീയ റിസർവ് ബാങ്ക് എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് റുപ്പീസ് സിമ്പൽ 20 എന്നുള്ള അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും. താഴെ ഡിഫറൻറ്റ് ലാംഗ്വേജസിൽ 20 രൂപ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഏറ്റവും താഴെയായിട്ട് നമുക്കിവിടെ 20 എന്നുള്ള അക്കം ഹിന്ദി ലെറ്റേഴ്സിൽ 20 റുപ്പേ എന്നുള്ള ഹിന്ദി ലെറ്റേഴ്സിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു ഭാഗത്തായിട്ട് വാട്ടർമാർക്കാണ് കൊടുത്തിരിക്കുന്നത്. വാട്ടർമാർക്ക് നമ്മുടെ രാഷ്ട്രപിതാ മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹെഡിൻ്റെ ഫേസ് തന്നെയാണ് വാട്ടർമാർക്ക് കൊടുത്തിരിക്കുന്നത്. കോർണറായിട്ട് റുപ്പീസ് സിമ്പലും 20 എന്നുള്ള അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും താഴെയായിട്ട് 20 റുപ്പീസ് എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു നമ്പറും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. E56 അതായത് E56 എന്നുള്ള ഒരു നമ്പർ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കറൻസിയുടെ കാറ്റലോഗ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു E56 എന്നുള്ള ഈ ഒരു നമ്പർ ഒന്ന് നോക്കിയിട്ട് ഈ ഒരു 20 രൂപ 2016 ഈ ഒരു 20 രൂപ നമുക്ക് സിഗ്നേച്ചർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് രഘുറാംജി രാജൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിഗ്നേച്ചർ വരുന്ന 2016 E56 എന്ന് പറയുന്ന ഈ ഒരു നോട്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക കാറ്റലോഗ് ഉണ്ടെങ്കിൽ. അപ്പോൾ E56 എന്ന് പറയുന്ന ഈ ഒരു നോട്ട് റയർ കാറ്റഗറി വരുന്ന നോട്ടാണ്. അത്യാവശ്യം ഇപ്പോൾ നമുക്ക് മാർക്കറ്റ് നല്ലൊരു പ്രൈസിൽ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നോട്ടാണ്. റയർ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഈ ഒരു നോട്ടിന് ഏകദേശം ഒരു 500 രൂപ മുതൽ 750 രൂപ വരെയൊക്കെ മാർക്കറ്റ് വാല്യൂ ഈ ഒരു യൂസർ കണ്ടീഷൻ തന്നെ വരുന്നുണ്ട്. നല്ലൊരു UNC കണ്ടീഷന് അത്യാവശ്യം അതിനേക്കാളും നല്ലൊരു മാർക്കറ്റ് വാല്യൂ വരാനാണ് ചാൻസ് കൂടുതൽ. എനിക്ക് ഈ ഒരു നോട്ട് കിട്ടിയത് സർക്കുലേഷനിൽ നിന്നാണ്. ഞാൻ കടയിൽ നിന്ന് സാധനം മേടിച്ചിട്ട് മടങ്ങവേ ഇതുപോലുള്ള നോട്ടൊക്കെ കിട്ടുവാണെങ്കിൽ ജസ്റ്റ് ഞാൻ വന്ന് കാറ്റലോഗിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കും. എന്തെങ്കിലും റയർ കാറ്റഗറിയിലോ സ്കാർസ് കാറ്റഗറിയിലോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കും. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ നോട്ടാണ് രഘുറാംജി രാജൻ്റെ 2016 E56 20 രൂപ നോട്ട്. അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് ലഭിക്കുന്ന നല്ലൊരു റയർ കാറ്റഗറി വരുന്ന നോട്ടാണ് എനിക്ക് സർക്കുലേഷനിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ നമുക്ക് സർക്കുലേഷനിൽ നമ്മൾ ദിവസവും നമ്മൾ കുറേ പൈസയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ മേടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇതുപോലുള്ള നോട്ടൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ ആ ഒരു കാശ് ചിലവാക്കാതെ ജസ്റ്റ് നിങ്ങളുടെ കയ്യിൽ കാറ്റലോഗ് ഉണ്ടെങ്കിൽ വന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് റയർ കാറ്റഗറിയിലുള്ള നോട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് സ്കാർസ് കാറ്റഗറിയിലുള്ള നോട്ടും കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലുള്ള നോട്ടുകളൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ തീർച്ചയായും കാറ്റലോഗ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ആ ഒരു കാശൊക്കെ ചിലവാക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ്ട്രീംലി റയർ ആയിട്ടുള്ള നോട്ടായിരിക്കും. നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മളത് ചിലപ്പോൾ നമ്മളത് ശ്രദ്ധിക്കാതെ കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ നോട്ടൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാറ്റലോഗിൽ ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ആ നോട്ടൊക്കെ ചിലവാക്കാൻ ശ്രമിക്കുക. അപ്പോൾ എനിക്ക് സർക്കുലേഷനിൽ നിന്ന് കിട്ടിയ 20 രൂപ 2016 E56 റയർ കാറ്റഗറി വരുന്ന നോട്ട് എനിക്ക് സർക്കുലേഷനിൽ നിന്ന് കിട്ടിയ നോട്ടാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കണ്ടീഷനാണ് ഞാൻ കിട്ടിയപ്പോൾ തന്നെ സ്ലീവിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള നോട്ടൊക്കെ നമുക്ക് സർക്കുലേഷനിൽ നിന്ന് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു നോട്ടൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.
അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.